വാസു സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് ഇപ്പോൾ ഒരു എന്ന് വെച്ചാൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. മെഡിക്കൽ കോളേജിലൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്നുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നില്ലെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ചിലപാട് 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട്. അത്ര സമയം നമുക്ക് ഡയാലിസിസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ചെലവ് വരുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പൊ വൈഫാണ് ഡോണർ എങ്കിൽ പോലും എനിക്ക് ഒരു 5 വർഷമായി 35 ലക്ഷത്തിന്റെ മുകളിൽ എനിക്ക് ഇതുവരെ പൈസ വരുമാന മാർഗം ഒരു വരുമാനം. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു. കാരണം ഒരു പാമ്പ് കടിയേറ്റതാണ് പ്രശ്നം. എവിടെ വെച്ച്? നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത് 2016 4 വർഷത്തിന് ശേഷം പിന്നെ 2021 ഞാൻ എന്റെ കിഡ്നി. ഏത് പാമ്പായിരുന്നു കടിച്ചത്? അത് അണലി. അത് കടിച്ചിട്ട് കിഡ്നി 2 ഫയലായി പോയി. കാരണം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് വിട്ടതാ. പിന്നെ എന്തോ തിരിച്ചു വന്നു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം ആദ്യം ക്രിയാറ്റിൻ കൂടി. അങ്ങനെ പിന്നെ 2 ഓപ്ഷനേ ഉണ്ടായുള്ളൂ. ഒന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നെ ഡയാലിസിസ് ചെയ്യാം, അതല്ലെങ്കിൽ മാറ്റി വെക്കാന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഡോണറൊക്കെ അന്വേഷിച്ചപ്പോൾ രജിസ്റ്റർ ചെയ്താൽ ചിലപ്പോൾ 3 വർഷമോ 4 വർഷമൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ഭാര്യ പറഞ്ഞു അവിടെയും അന്വേഷിക്കേണ്ട, ആദ്യം എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഒന്ന് ഇത് മാച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഗ്രൂപ്പ് മാച്ചായി. അങ്ങനെ അമൃത ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് ചെയ്തത്. എനിക്കും ഭാര്യയ്ക്കും വേണ്ടി 2 പേർക്കും കൂടി ഒരു പാക്കേജാണ്. 10 ലക്ഷം രൂപയോളം വരുന്നുണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് പൈസ ചിലവുണ്ട്. പൈസ ചിലവില്ല പറയണ്ട. പൈസ എനിക്ക് 35 ലക്ഷത്തിന് മുകളിൽ പൈസ ചിലവുണ്ട്. അതിപ്പോൾ മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് 2-3 വർഷം വെയിറ്റ് ചെയ്യുമ്പോഴേ. സാറേ, ഇവിടെ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന കേസിൽ പോലും നമ്മുടെ വക്കീൽ സാറ് ഒരു പക്ഷേ പറഞ്ഞു. ആ പക്ഷേ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മകൻ്റെയും അല്ലെങ്കിൽ മകളുടെയൊക്കെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്ത ആളുകൾ 100 കണക്കിന് ആളുകൾ കേരളത്തിൽ കാണും. അവരൊക്കെ ഈ പക്ഷേ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് വല്ലാതെ പടയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പക്ഷേ കളഞ്ഞാലോ നമുക്ക്? ആ പക്ഷേ എടുത്ത് കളയണം. ഒരിക്കലും ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവരെടുത്തിട്ടില്ല, നിങ്ങളെ എടുത്തിട്ടുള്ളൂ സാറേ. അങ്ങനെയുള്ള ഈ പക്ഷികൾ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ആളുകൾ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ തന്നെ ഒരു ജീവിക്കുന്ന സാക്ഷി ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു കൊടുക്കണോ? ഞങ്ങളെ കളങ്കപ്പെടുത്തില്ല, ഞങ്ങൾ പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നവരായിട്ട് സമൂഹം ചിത്രീകരിക്കത്തില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ഈ ഒരു വലിയ മഹത് കർമ്മത്തിൽ നിന്ന് അവരെല്ലാം പിന്നോട്ട് പോകും. അതുകൊണ്ട് കുറേ ആളുകൾ ഇതിനകത്ത് നിന്ന് ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അവരങ്ങനെ നിന്നാൽ ആത്മാർത്ഥമായിട്ട് ഈ സത്കർമ്മത്തിൽ ഏർപ്പെടുവാനായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ പോലും പിന്തിരിപ്പിക്കും ഇത്തരത്തിലുള്ള ഈ പക്ഷികളിലൂടെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ മസ്തിഷ്ക മരണം ഇവിടെ സ്ഥിരീകരിക്കുന്ന രീതി, അതിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് മസ്തിഷ്ക മരണം ഇപ്പോൾ നമ്മൾ സ്ഥിരീകരിക്കുന്നത്? ആപ്നിയ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ആപ്നിയ ടെസ്റ്റിലൂടെ മസ്തിഷ്ക മരണം ഡോക്ടേഴ്സ് ഉണ്ട്. 4 പേരുണ്ട്. അല്ല, അത് 4 പേരുണ്ട്. 4 പേര് എന്ത് ചെയ്യും? ആ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാണ് ഇയാൾക്ക് ശ്വസനത്തിന്റെ അത് പരിശോധിച്ചിട്ട് അയാളും ബ്രെയിൻ ഡെഡ് ആണെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ഡോക്ടർ ഗണപതി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം ECG മറ്റേ ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തണം എന്നുള്ള ഒരു ഉത്തരവുണ്ട്. ഇന്നേ വരെ എന്തുകൊണ്ടാണ് അത് നടത്താത്തത്? അങ്ങനെ ഒരു ഉത്തരവുണ്ടോ കോടതി? ആ കോടതി ആ കേസ് തള്ളിക്കളയായിരുന്നു ഹൈക്കോടതി. എന്നിട്ട് ആ ഗണപതി സുപ്രീം കോടതി പോയിട്ടുണ്ട്. സുപ്രീം കോടതി തള്ളിയില്ല, അതൊന്ന് പരിശോധിക്കണം എന്ന് പറയും. ഈ ലോകമെപ്പാടും ആപ്നിയ ടെസ്റ്റ് ആണ് ബ്രെയിൻ സ്റ്റെം ഡെത്തിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ മസ്തിഷ്കമരണം ചെയ്ത അവയവദാനം ചെയ്ത മാതാപിതാക്കൾക്ക് ആശങ്ക ഉളവാക്കുകയാണ് ഈ വക ഇതുപോലത്തുള്ള ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളിലും പ്രയോജനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.